ഫോട്ടോ എടുക്കാൻ ബ്ലോഗ് എടുക്കാനൊക്കെ ഒന്ന് നിന്നിട്ട് ഇങ്ങനെ ഹിന്ദിക്കാരും തമിഴരും ഓരോ സീസണിലും കോൺട്രാക്ട് ബേസിൽ ലക്ഷങ്ങൾ കൊയ്യുമ്പോൾ മലയാളികൾ ഇന്ന് ഈ പണിയെടുക്കാൻ തയ്യാറാവും. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അനസ്ക, ഈ മുണ്ടകമ്പാടത്ത് രണ്ടാം നടിയിലാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ എങ്ങനെ നമ്മൾ പണിക്കാരെ കിട്ടണ്ടോ? പണിക്കാരെവിടെ കിട്ടാനാ? ഇപ്പൊ ഞങ്ങൾ കണ്ടില്ലേ, ഹിന്ദിക്കാര് തമിഴന്മാര് അണ്ണന്മാരൊക്കെ വന്നിട്ടാണ് പണികൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ആളുകൾ കിട്ടാല്ല, പണിക്കാരെ കിട്ടാല്ല. നാട്ടിൽ പണിക്കാരെ കിട്ടാല്ല. നാട്ടിൽ പണിക്കാരെ. പക്ഷെ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഒറ്റപ്പാലം പാലക്കാട് പോകുമ്പോൾ നമ്മുടെ മലയാളികൾ പണിക്കാർ കണ്ടിട്ടുണ്ടല്ലോ ട്രെയിനിലൊക്കെ. അതൊക്കെ ഒന്നോ രണ്ടോ ആൾക്കാരെ പണിക്കാരുണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലായിടത്തും തന്നെ അവസ്ഥ. തമിഴന്മാരെ ഹിന്ദിക്കാർ കോൺട്രാക്ട് എടുക്കുക. അതായത് ഏക്കർ കണക്കിന് ഇത്ര ഒരു ഏക്കറൊക്കെ ഇങ്ങനെ എന്ന് പറയാം. ഹിന്ദിക്കാർ വരുമ്പോൾ അവർക്ക് ഫുഡ് കൂടി വേണ്ട, എണ്ണന്മാരാകുമ്പോൾ ഫുഡ് കൊടുക്കണം. ഹിന്ദിക്കാരാകുമ്പോൾ ഹിന്ദിക്കാരാണ് നമ്മൾമാരാണ് ഏറ്റവും നല്ല പണിക്കാർ. അതിലിപ്പോ അണ്ണന്മാരാണ് വൃത്തിയായിട്ട് കുറച്ചും ബെറ്റർ ആവുക പണിക്കാർ. വേറെ ഇവര് പറഞ്ഞ കരാറിനനുസരിച്ച് കറക്റ്റ് പണിയൊക്കെ എടുക്കും. പണിയെടുക്കും. അത് നോക്കണം. അതിനാണ് ഇപ്പൊ നമ്മളെ പണിയുടെ പുറത്തെ ആൾക്കാരൊക്കെ അവിടെ നിർത്തുന്നത്. ഇനി മലയാളികൾ കരാർ എടുക്കുകയാണെങ്കിലോ? മലയാളികൾ കരാർ എടുത്താല് അവരെ കിട്ടില്ലല്ലോ. അവർ ഇതേപോലെ വൃത്തിക്ക് ചെയ്യോ അതോ? പണി കുഴപ്പമൊന്നുമില്ല, പണിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പുതിയ തലമുറ കേട്ടോ. പുതിയ തലമുറ ഒന്നും കിട്ടില്ല. അവരൊക്കെ പഠിക്കാൻ വരും. ഫോട്ടോ എടുക്കാൻ ബ്ലോഗ് എടുക്കാനൊക്കെ ഒന്ന് നിന്നിട്ട് ഇങ്ങനെ താങ്ങിയൊന്നുമല്ല. ഇത്ര ട്രെൻഡ് അങ്ങനെയാണ്. എന്തായാലും ഉഷാറാവട്ടെ, പരിപാടിയിൽ ഉഷാറാവട്ടെ. പാടത്തെ മുത്തും പവിഴവും കൊയ്യാനെത്തണ പ്രാവാണ്. തങ്കക്കിടങ്ങളെ കഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ്.